ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി സെമസ്റ്ററുകളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും അതേപോലെ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 5th സെമ്മിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നു, 2nd സെമ്മിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഇതിലൊക്കെ സപ്ലി എഴുതിയിട്ട് പാസ്സായ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ എല്ലാ ഡിഗ്രിയിലുള്ള എല്ലാ സബ്ജക്റ്റും പാസ്സായിട്ടുണ്ടാകും. അപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ സപ്ലി എഴുതിയിട്ട് ഏതെങ്കിലും സെമസ്റ്ററുകളിൽ ഏതെങ്കിലും സപ്ലി ഉണ്ട് എങ്കിൽ അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സപ്ലി ഒന്നുമില്ല, എല്ലാ സെമസ്റ്ററുകളിലും കറക്റ്റ് ഡിഗ്രി കഴിയുമ്പോഴേക്കും, ഡിഗ്രി 6th സെമ്മിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും എല്ലാ സെമസ്റ്ററും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഗുലർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജിലേക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വരും. ഇനി സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്കും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് വരും, പക്ഷേ അതിൽ CGPA ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അവരുടെ കംപ്ലീറ്റഡ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡല്ല. അതേപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല സപ്ലി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് കിട്ടാൻ അതിന് നമുക്ക് ഒന്നിരിക്കെ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോം ഉണ്ടാവും, ആപ്ലിക്കേഷൻ ഫോർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഫോം. അത് ഡൗൺലോഡ് പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡൗൺലോഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ട ഫോം കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് അത് ഫോം ഫില്ല് ചെയ്തിട്ട് ഫീസ് അടക്കാം. അപ്പോൾ അക്ഷയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീസ് അടക്കാൻ പറ്റും. അപ്പോൾ അത് ഫീസ് അടയ്ക്കുമ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ CRPR 01 എന്ന ആ ഒരു കോഡിൽ വേണം ഫീസ് അടയ്ക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും ഒറിജിനലും അതേപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്തിട്ട് ആ ചലാൻ്റെ റിസിപ്റ്റും കൂടി ഇട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് കൺട്രോളർ ഓഫ് ദി എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് 673635 എന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കുക. അപ്പോൾ ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാം. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ താഴെ ഉണ്ടാകും ഫോംസ് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഈ സ്റ്റുഡൻസ് കോർണറിൽ കാണാം ഫോംസ് ടു ഡൗൺലോഡ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോംസ് ഉണ്ടാകും. അപ്പോൾ അതിൽ ഡിഗ്രി ലെവലിൽ ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അതേപോലെ അപ്ലിക്കേഷൻ ഫോർ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡായിട്ട് വരും. അപ്പോൾ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ്, അതേപോലെ രജിസ്റ്റർ നമ്പർ, നെയിം ആൻഡ് അഡ്രസ്സ്, റെഗുലർ ആണോ SD ആണോ പ്രൈവറ്റ് ആണോ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഓരോ സെമസ്റ്റർ രജിസ്റ്റർ നമ്പർ എഴുതുക, ഏത് മന്ത് ഏത് ഇയറാണ് പാസ്സായിട്ടുള്ളത്, ആ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് കിട്ടിയ SGPA ഗ്രേഡ് അത് എത്രയാണെന്നുള്ളത് എഴുതാം. ഓക്കെ. പിന്നെ month and year of last examination appeared in each semester to be mentioned in the column above. പിന്നെ അതിൻ്റെ ഫീ ഡീറ്റെയിൽസ്, ചലാൻ നമ്പർ, അതേപോലെ ഡേറ്റ്, എമൗണ്ട്, എങ്ങനെയാണ് മോഡ്സ് ഓഫ് റെപ്പിറ്റൻസ്, എങ്ങനെയാണ് ഇതൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്തിട്ട് അയക്കുക. അയക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദ റിസൾട്ട് ഓഫ് ഓൾ റിവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ബീൻ പബ്ലിഷ്ഡ്. അപ്പോൾ എല്ലാ ഇമ്പ്രൂവ്മെൻറ്റും റിവാലുവേഷൻ റിസൾട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിന് ശേഷം മാത്രം എന്തായാൽ മതി, ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് അതേപോലെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിനും അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും അയക്കേണ്ടി വരും.
അപ്പോൾ എല്ലാ റിവാലുവേഷൻ്റെ റിസൾട്ടും ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രം കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിനും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് ഓൺലൈനായിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് CRPR01 ആണ്. പിന്നെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്ര, ഫ്രണ്ട്സ് ജനസേവാ കേന്ദ്ര, യൂണിവേഴ്സിറ്റി ചലാൻ കൗണ്ടറിൽ നിന്നൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇതേപോലെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോംസ് ടു ഡൗൺലോഡിൽ പോയിട്ട് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൻ്റെ അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം, അത് ഫില്ല് ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറിജിനൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഉണ്ടെങ്കിലൊക്കെ അത് അറ്റാച്ച് ചെയ്തിട്ട് കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് മലപ്പുറം ഡിസ്ട്രിക്ട് പിൻ 673635 എന്ന നമ്പറിലേക്ക് അയക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീസ്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ 165 രൂപ, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിനാണെങ്കിൽ 335 രൂപ. പിന്നെ റെമിറ്റൻസ് പോസ്റ്റേജ് ചാർജ് വരുന്നുണ്ട് 50 രൂപ. ഈ പോസ്റ്റേജ് ചാർജിന് EDS 04 എന്ന പോസ്റ്റേജ് ചാർജ്, ആ ഒരു പർപ്പസ് കോഡ് ഉപയോഗിച്ചിട്ട് വേണം ഈ 50 രൂപ ചെലാൻ അടയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോംസ് ടു ഡൗൺലോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും അപ്ലിക്കേഷൻ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്. അതെന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ അതേപോലെ തന്നെ നെയിം ഓഫ് ദി പ്രോഗ്രാം, രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. സെമസ്റ്ററിൻ്റെ ഇത് എഴുതുക. പിന്നെ ചലാൻ നമ്പർ ഇതൊക്കെ ചെയ്തതൊക്കെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അത് അഡ്രസ്സിലേക്ക് അയക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങൾ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിനും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും ഓൺലൈൻ വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നേരിട്ട് യൂണിവേഴ്സിറ്റി പോവുക, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്പോൾ തന്നെ കൊടുക്കുക. ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ അർജൻറ്റ് കേസ് ആണെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്ന് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഇനി മറ്റൊന്ന് നേരിട്ട് പോയിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ.